വെള്ളക്കെട്ടിൻ്റെ ദുരിതം മാറണമെങ്കിൽ ഇനിയും കുറച്ചധികം സമയമെടുക്കും. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ തോട്ടിലൊക്കെ നിറയെ വെള്ളമാണ്. ഈ തോട്ടിൽ നിന്ന് വെള്ളം കരയിലേക്ക് വരാത്തത് ഇതേപോലെയൊക്കെ ചാക്ക് അടുക്കി വെള്ളം കരയിലേക്ക് കുട്ടനാട്ടിൻ്റെ ഒരു പതിവ് രീതിയാണിത്. അതായത് വെള്ളം കവിഞ്ഞു വരുമ്പോൾ ഇത്തരത്തിൽ ചാക്കിൽ ചെളി നിറച്ച് ബണ്ട് കെട്ടുക. ആ ബണ്ട് കെട്ടുമ്പോൾ ഒരു പരിധിവരെ വെള്ളം വരില്ല, എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇന്ന് ഈ സ്ഥലത്ത് ശനിയാഴ്ചയൊക്കെ ഈ റോഡിൽ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങി. ഇതിൻ്റെ അർത്ഥം വെള്ളം പൂർണ്ണമായി ഒഴുകി പോയി എന്നുള്ളതല്ല. കിഴക്കൻ വെള്ളം വരവ് നിലച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ വഴി വളരെ വേഗത്തിൽ വെള്ളം പോകുന്നുണ്ടെങ്കിലും അത്രയും മാത്രം വെള്ളം കിഴക്ക് നിന്നുള്ള വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ ദുരിതങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ വീടുകളിൽ നിന്നൊക്കെ ചില വീടുകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ടെന്നല്ലാതെ പൂർണ്ണ അർത്ഥത്തിൽ ദുരിതം മാറിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ ലൈവിൽ നിൽക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ആയാലും ഞാൻ ഇപ്പോഴേ വേർത്തു തുടങ്ങി. അങ്ങനെ സൂര്യന് നല്ല ചൂടുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും കാലാവസ്ഥ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൊതുവേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതാണ് ആശ്വാസകരമായ കാര്യം. തോട്ടപ്പള്ളി സ്പിൽവേ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച തന്നെ മുറിച്ച് തുടങ്ങി. അതിൻ്റെ ഒരു വീതി 1 കിലോമീറ്ററോളം വീതിയിലാണത്. അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യേണ്ട ആ ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു നാളെയോടുകൂടി മഴ പെയ്തില്ലെങ്കിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വലിയ രീതിയിൽ കൂടിയില്ലെങ്കിൽ അതേപോലെ തന്നെ ഈ മഴക്കെടുതി വളരെ രൂക്ഷമായിരുന്നു. പല വീടുകളും വെള്ളത്തിൽ അപ്പാടെ മുങ്ങിപ്പോയിരുന്നു. അതേപോലെ മരം കടപുഴകി വീണുമൊക്കെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഴ കുറഞ്ഞൊരു സാഹചര്യത്തിൽ ഇവരുടെ വീടും മറ്റും മേൽക്കൂരയൊക്കെ പറന്നുപോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനി അധികൃതർ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം കൂടിയാണല്ലേ? കാരണം ഈ ഒരു കെടുതി മാറ്റാനുള്ള നീക്കങ്ങൾ മറ്റെല്ലായിടത്തെയും പോലെ ഇത്തവണ ആലപ്പുഴയിലെ ഒരു പ്രത്യേകത മഴയ്ക്കൊപ്പം എത്തുന്ന അതിശക്തമായ കാറ്റായിരുന്നു. ഒരു 100-250 മുകളിൽ മരങ്ങളെങ്കിലും വീണിട്ടുണ്ടാവും. അതും അന്ന് മാത്രവുമല്ല, ഒരു 4-5 ദിവസമായി കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് KCBയുടെ പോസ്റ്റും ലൈനുമൊക്കെ പൊട്ടിപ്പോവുകയും അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്ര രീതിയിൽ, കാരണം അവർ 24 മണിക്കൂറും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ട് ജോലി ചെയ്താൽ തീരാത്തത്ര രീതിയിൽ പല സ്ഥലങ്ങളിലും 3-4 ദിവസമായി കറണ്ടില്ല. അത് KCBയുടെ കുറ്റമല്ല, അത്രമാത്രം അവർക്ക് ജോലിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു 60-ന് മുകളിൽ വീടിനാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അവരൊക്കെ ബന്ധുവീടുകളിലും ഒപ്പം തന്നെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ മാറിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായി തന്നെ റവന്യൂ വകുപ്പാണ് അതിന്റെ കണക്കെടുക്കുക. ഇതിനോടകം തന്നെ ആ കണക്കെടുപ്പ് എന്തായാലും മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ മഴക്കെടുതികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഇടത്തും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.